ദൈവഹിതമില്ലാത്തൊരു കാര്യം പീറ്റർ പറയുമ്പോൾ, യേശുവിന്റെ വിഷൻ ഓപ്പോസിറ്റായ ഒരു കാര്യം പത്രോസ് പറയുമ്പോൾ, കൂടെ നിൽക്കുന്ന ശിഷ്യൻ അപ്പോസ്തലനാ, ഒന്നാമനാ. പക്ഷെ മുഖത്ത് നോക്കി പറഞ്ഞു, സാത്താനെ ഇങ്ങോട്ട് മാറിയിക്കടാന്ന് പറഞ്ഞു. അല്ലാതെ നമ്മളാരും ചിന്തിക്കുന്ന പോലെ കണ്ണാടി പെട്ടിക്കാതിരിക്കുന്ന മടിയിലൊരു പൂവൊക്കെ പിടിച്ചിരിക്കുന്ന കുഞ്ഞുണ്ണി യേശു മശിഹായ അല്ലിത്. ആരും മിണ്ടുന്നില്ലല്ലോ. അവൻ നടന്നു, അവൻ പ്രവർത്തിച്ചു, അവൻ കരഞ്ഞു, അവൻ അപവാദമേറ്റു, നിന്ദകൾ സഹിച്ചു, അത്ഭുതങ്ങൾ ചെയ്തു, അവന് വിശന്നു, അവൻ പൈശാചിക മണ്ഡലത്തോട് എതിർത്തു നിന്നു. യെസ്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും നമ്മെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്ത മരണഭീതിയിൽ കിടന്നവരെ അവൻ വിടുവിച്ചു. അപ്പൊ അപമാനത്തിന്റെ വേദന ക്രിസ്തുവിനറിയാം, നിന്ദയുടെ വേദന ക്രിസ്തുവിനറിയാം, പരിഹാസത്തിന്റെ വേദന ക്രിസ്തുവിനറിയാം, റിജക്ഷന്റെ പെയിൻ എന്താണെന്ന് അവനറിയാം. ഒരു സമൂഹം എതിർത്തുകൊണ്ട് കയ്യിൽ കല്ലുമായി നിൽക്കുമ്പോൾ അതിനകത്തുണ്ടാകുന്ന മൂവ് എന്താണെന്ന് അവനറിയാം. ഇന്ന് പകൽ എന്നെ അറിയാവുന്ന, എന്നെ മനസ്സിലാക്കുന്ന, പാപമൊഴികെ സകലത്തിലും ഞാൻ പോയ സകല റൂട്ടിലും പോയവനാണ് എൻ്റെ കർത്താവ്. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ്, പാപമൊഴികെ സകലത്തിലും.